ഇന്നാണെങ്കിൽ ഒരു ഹോളിഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും ചിക്കൻ കറിയും ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാനാണെങ്കിൽ രാവിലെ തന്നെ ട്യൂഷന് പോയതിന് ശേഷം 3 മണിക്കൂറൊക്കെ ഞാനാണെങ്കിൽ അവിടെ ആയിരുന്നു കേട്ടോ ട്യൂഷനിൽ. പിന്നെ നടന്ന് വന്നതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. ഞാൻ വീട്ടിനകത്ത് കയറി വരുമ്പോഴത്തേക്കും അമ്മയെ വല്ല ചോറും ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അകത്ത് കയറി കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ല ക്യാബേജ് തോരനും നല്ല ചൂര മീൻകറിയും നല്ല അടിപൊളിയായിട്ടുള്ള പാക്കറ്റിൽ കിട്ടില്ലേ നാരങ്ങ അച്ചാർ, അതും ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് കഴിച്ചു. അങ്ങനെ കഴിച്ച് പകുതിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് നമ്മളുടെ സ്നാക്സിന് കഴിക്കാനുള്ള ഒരു ചീസ് ബോൾ കണ്ടത് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കണമെന്ന് വിചാരിച്ചതല്ല, എന്നാലും അത് സെപ്പറേറ്റ് ആണ് എടുത്ത് കഴിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇന്ത്യൻ കോഫി പ്ലം കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ഇന്ന് കഴിക്കാൻ പോവാണ്. വേറെ ഒന്നുമല്ല, ലവ്ലോലിക്കയുടെ ഇംഗ്ലീഷ് നെയിമാണ് ഇന്ത്യൻ കോഫി പ്ലം എന്നുള്ളത് കേട്ടോ. ഈ ഒരു വേർഡ് ഞാൻ ജിമിനിയുടെ അടുത്ത് ചോദിച്ചാണ് മനസ്സിലാക്കിയത്. ലൂബിക്ക് ഉപ്പിലിടുന്ന നല്ല ടേസ്റ്റ് അല്ലേ, അപ്പോൾ അതൊക്കെ ഉപ്പിലിടുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ നല്ല പുളിയും നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഇതുപോലെ മാംഗോ സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഫ്ലോപ്പായി പോയി കേട്ടോ. അത് എനിക്ക് മാംഗോ അത്ര പഴുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ അത്ര കൊള്ളൂല കേട്ടോ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് കൊണ്ട് കളഞ്ഞു. അതിനുശേഷം നമുക്കാണെങ്കിൽ ഇന്നൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 3 മുട്ടായി കിട്ടി. അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ ഒരാളാണ് കേട്ടോ. അവളുടെ പേര് മെഹബൂബ, ജന്നത്ത്, അഭിനയ, അദബിയ, അവരൊക്കെയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ്. നമ്മളൊരു 5 പേരടങ്ങുന്ന ഒരു ഗ്യാങ് ആണ് കേട്ടോ. മിൽക്കി ബാറിനെക്കാട്ടിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് ഡയറി മിൽക്ക് തന്നെയാണ്. ബാഗിലിട്ട് കൊണ്ടുവന്നുകൊണ്ടായിരിക്കും കേട്ടോ, അത് ഫുള്ളും പീസായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ കഴിച്ചു. അങ്ങനെ മിഠായിയൊക്കെ കഴിച്ച് ഒരു ഇതായിട്ടിരിക്കുമ്പോഴാണ് അടുത്ത് സ്നാക്സ് ടൈം ആവുന്നത്. ചായയും പിന്നെ അടുത്ത് വെട്ടുകേക്കും ആയിരുന്നു കേട്ടോ. പിന്നെ അത് 2 കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.